ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപിച്ചവർക്കും ഇ.ഡി. സമൻസ്. 10,000 രൂപയുടെ വൗച്ചർ വാങ്ങി മണി ചെയിനിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് വൻ ലാഭവിഹിതം എത്തുന്നു എന്നായിരുന്നു പ്രചരണം. ലക്ഷങ്ങളിലെ വൗച്ചറുകൾ സ്വന്തമാക്കിയവർ നിരവധി പേരെ കണ്ണിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ വൻ നിക്ഷേപം നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പുകളായിരുന്നു ഹൈറിച്ച് എം.ഡി. കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും നടത്തിയിരുന്നത്. 10,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തിയാൽ 3 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുകയുടെ 3 ഇരട്ടിയായിരുന്നു നൽകാമെന്ന് പറഞ്ഞത്. വെറും 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നും ഈ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങി കൂടുതൽ പേരെ കണ്ണിയേർത്താൽ ലാഭവിഹിതവും വർദ്ധിക്കുമെന്നും വിശ്വസിപ്പിച്ചു. ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലക്കണ്ണിയിൽ താഴെയുള്ളവർ സാധനം വാങ്ങിയാൽ മുകളിലുള്ളവർക്ക് കമ്മീഷൻ കൂടി ലഭിക്കുമെന്നറിയിച്ചതോടെ ലക്ഷങ്ങളുടെ വൗച്ചറുകൾ വാങ്ങി നിരവധി പേരെ കണ്ണിയേർത്തവരുണ്ട്. ഇത്തരത്തിൽ വൻ നിക്ഷേപം നടത്തിയവരിലേക്കാണ് ഇ.ഡി. അന്വേഷണം നീളുന്നത്. ലക്ഷങ്ങളുടെ നിക്ഷേപം നടത്തിയവർ സ്വയം മുന്നോട്ട് വരാത്തതിനാൽ ഹൈറിച്ച് ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചാണ് നടപടികൾ. വലിയ നിക്ഷേപങ്ങളുള്ള എല്ലാവരെയും സമൻസ് നൽകി വിളിപ്പിക്കും. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ 1693 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ ഹൈറിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡിനെത്തിയപ്പോൾ ഒളിയിൽ പോയ ഉടമകൾ തിങ്കളാഴ്ച മുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയായിരുന്നു. ജനം, കൊച്ചി.